ഹലോ, ഗുഡ് മോർണിംഗ്. ഒരു പുതിയ വർഷം നമ്മുടെ മുമ്പിൽ സമാഗതമായിരിക്കുകയാണ്. 2026. ഈ 2026 എന്ന് പറയുന്ന വർഷത്തിൻ്റെ പുതുവർഷത്തിൽ നമ്മൾ പറഞ്ഞ കാര്യമുണ്ട്, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ നമ്മളെല്ലാവരോടും ആശംസിച്ച കാര്യം, നമ്മളോടും ആൾക്കാർ ആശംസിക്കും ഹാപ്പി ന്യൂ ഇയർ. വാസ്തവത്തിൽ അടുത്ത വർഷത്തിൻ്റെ ദിവസങ്ങളെല്ലാം ഈ വർഷം ദിവസം പോലെ തന്നെയാണ്. 2025 പോലെ തന്നെയുള്ളൊരു വർഷവും ദിവസങ്ങളും മാസങ്ങളും ഒക്കെയാണ് 2026. പക്ഷേ ഇതിനെ ഹാപ്പി ന്യൂ ഇയർ ആക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള ഒരു വീഡിയോയാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയുമ്പം സന്തോഷകരമായിരിക്കുന്ന പുതുവർഷം എന്നുള്ളതാണ് നമ്മൾ ആശംസിക്കുന്നത്. എങ്ങനെയാണ് സന്തോഷപൂർണ്ണമാക്കി തീർക്കുവാൻ വേണ്ടി കഴിയുന്നത്? ചില കാര്യങ്ങൾ മാത്രം വളരെ വേഗം ഞാൻ നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവയ്ക്കാം. എനിക്ക് നല്ലത് അല്ലെങ്കിൽ ഗുണകരം എന്ന് തോന്നിയ കാര്യങ്ങളാണ് ഞാനീ പറയാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അടുത്ത വർഷം ഹാപ്പി ന്യൂ ഇയർ ആകണമെന്നുണ്ടെങ്കിൽ നാം നമ്മെ തന്നെ ഹാപ്പിയാക്കി തീർക്കണമെന്നുള്ളതാണ് ഒരു സത്യം. ഒരു ദിവസങ്ങളും നമുക്ക് ഹാപ്പിനെസ് ഇങ്ങോട്ട് തരത്തില്ല, ഒരു മാസങ്ങളും ഹാപ്പിനെസ് ഇങ്ങോട്ട് തരത്തില്ല. ഹാപ്പിനെസ് നാം തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനായിട്ട് നമുക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് നാം ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത്. ഒന്നാമതായിട്ട് നമ്മുടെ മനസ്സിനെ നാം റിന്യൂ ചെയ്യണം, അല്ലെങ്കിൽ മനസ്സിനെ പുതുക്കണം. മനസ്സിനെ പുതുക്കുക എന്ന് പറയുമ്പോൾ ആദ്യത്തെ പടിയെന്ന് പറയുന്നത്, കഴിഞ്ഞ വർഷം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരുന്ന പല പോരായ്മകളുണ്ട്, പല വേദനകളുണ്ട്, നിരാശകളുണ്ട്, പരാജയങ്ങളുണ്ട്. ഇതൊന്നും കഴിഞ്ഞ വർഷം നമ്മൾ പ്രതീക്ഷിച്ചവയല്ല, പക്ഷേ പലതും നമുക്ക് ദോഷകരമായി സംഭവിച്ചു. അങ്ങനെ നമ്മുടെ മനസ്സ് ഒത്തിരി അസ്വസ്ഥമായതാണ്. ആ മനസ്സിനെ നമ്മൾ പരിപൂർണമായിട്ടും പുതുക്കണം. ആ നിരാശയുടെ ചിന്തകൾ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ച് അയച്ചത് ഇതുപോലും നമ്മൾ മറക്കണം. നമുക്ക് പല പോരായ്മകൾ, അബദ്ധങ്ങൾ, മണ്ടത്തരങ്ങളൊക്കെ കഴിഞ്ഞ വർഷം വന്നായിരുന്നു. അതോർത്ത് നിരാശപ്പെടുന്നൊരു മനസ്സുമായിട്ട് അടുത്ത വർഷത്തിലേക്ക് പ്രവേശിക്കരുത്. ആ മനസ്സ് നമ്മൾ റിന്യൂ ചെയ്യണം, നമ്മൾ പുതുക്കണം, അതെല്ലാം നമ്മൾ മാറ്റണം. എന്തെല്ലാം കഴിഞ്ഞ കാലത്ത് സംഭവിച്ചോ അത് മുഴുവനും നമ്മൾ മറക്കുക. കാരണം ഇനിയും നമ്മുടെ പഴയ കാലത്തേക്ക് പോയി തിരുത്താൻ കഴിയില്ല, നമുക്കിപ്പോഴേ തിരുത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ദയവായിട്ട് അതിനെ മറക്കുക. എല്ലാ പരാജയങ്ങളും മറന്ന് നിങ്ങളുടെ മനസ്സ് ഒരു നല്ല പ്രതീക്ഷയിലേക്ക് കൊണ്ടുവരിക. രണ്ടാമതായിട്ട്, നമ്മളെ വേദനിപ്പിച്ച ആൾക്കാരുണ്ട്, ദ്രോഹിച്ച ആൾക്കാരുണ്ട്. രണ്ടാമത് ചെയ്യേണ്ടത് അവരോട് പരിപൂർണ്ണമായി ക്ഷമിക്കുക. ആരെല്ലാം നമ്മളെ വേദനിപ്പിച്ചു അല്ലെങ്കിൽ ആരുടെയെല്ലാം കാര്യങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായോ അതെല്ലാം ക്ഷമിക്കുകയും അവരോട് അത് മറക്കുകയും ചെയ്യുക. ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് മറക്കുക എന്നുള്ളത്. കാരണം ദൈവം നമ്മുടെ തെറ്റുകളെ ക്ഷമിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ദൈവം നമ്മുടെ തെറ്റുകളെ മറക്കുകയും കൂടിയേ ചെയ്യണം. നമ്മൾ മറക്കണം. നാളെ അടുത്ത വർഷം അവരെ കാണുമ്പോൾ ഹാപ്പി ന്യൂ ഇയർ പറയുവാൻ വേണ്ടി നമ്മൾ നിശ്ചയമായിട്ട് നമ്മുടെ മനസ്സിനെ ഒന്ന് പുതുക്കണം. അതുകൊണ്ട് നമ്മോട് ദ്രോഹം ചെയ്ത് എല്ലാവർക്കും ക്ഷമിക്കുക. ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ നാം നമ്മോട് തന്നെ ചെയ്യുന്ന ഒരു ചികിത്സയാണ്. നമ്മുടെ ഹൃദയത്തിനും മനസ്സിനും വികാരങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റാണ് മറ്റുള്ള ക്ഷമിക്കുക എന്ന് പറയുന്നത്. ക്ഷമിക്കുന്ന മനുഷ്യനാണ് വലിയവൻ, ക്ഷമിക്കാത്തയാൾ വലിയ ആളല്ല. എന്നാൽ നമ്മുടെ നാട്ടിൽ ചിന്ത വേറെയാണ്. ക്ഷമിക്കുമ്പോൾ നാം അവിടെ മഹാന്മാരാകുകയാണ്. മഹാന്മാരുടെ ക്വാളിറ്റിയാണ് ക്ഷമ എന്നത്. അതുകൊണ്ട് എന്തെല്ലാം സംഭവിച്ചോ, ആരെല്ലാം എന്തെല്ലാം ദ്രോഹം ചെയ്തോ അവരോട് കംപ്ലീറ്റ് ക്ഷമിക്കുക. മൂന്നാമതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം, അടുത്ത വർഷത്തേക്കിന് വേണ്ടി നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ പദ്ധതികൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ ഇതെല്ലാം ഒരു ബുക്കിനകത്ത് നമ്മൾ എഴുതി വെക്കുക. എന്തെല്ലാമാണ് നിങ്ങളുടെ അടുത്ത വർഷത്തെ പ്ലാനുകൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, ഇത് മുഴുവനും ഒരു പേപ്പറിനകത്ത് നിങ്ങൾ എഴുതി വെക്കുക, അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. അടുത്ത വർഷം ഒരു നോട്ട്ബുക്ക് വാങ്ങുക, എഴുതി വെക്കുക. എഴുതി വെച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, അതിനു വേണ്ടി നിങ്ങളെ തന്നെ പ്രിപ്പയർ ചെയ്യണം. ഈ എഴുതി വെച്ച കാര്യങ്ങളെ നമുക്ക് സാഫല്യമാക്കാൻ, അതിനെ പൂർത്തീകരിക്കാനായിട്ട്. നാലാമത് ചെയ്ത മറ്റു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, നാം ഒരു ദിവസം കിടക്കാൻ പോകുന്നതിന് മുൻപ് അടുത്ത ദിവസത്തെ പ്രോഗ്രാമുകൾ മുഴുവൻ നമ്മൾ ഷെഡ്യൂൾ ചെയ്യണം. എപ്പോഴാണ് എഴുന്നേൽക്കുന്നത്, എഴുന്നേറ്റ് കഴിഞ്ഞ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, അതിനെല്ലാം സമയം വെച്ച് തന്നെ നമ്മൾ നോട്ട് തയ്യാറാക്കണം. ഇന്ന സമയം ഞാൻ ആരംഭിക്കും, ഇന്ന സമയം ആ പ്രവൃത്തി ഞാൻ ഫിനിഷ് ചെയ്യും എന്ന് ഒരു സമയകൃത്യത വെച്ചുകൊണ്ട് ഓരോന്നും നമ്മൾ പ്രോഗ്രാം പ്ലാൻ ചെയ്യുക. പിന്നീട് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇങ്ങനെ കൃത്യമായിട്ട് ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സമയക്രമീകരണവും ഒരു ജീവിതശൈലിയും നമ്മൾ വളർത്തിയെടുക്കുക. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത്, നാം ഈ ചെയ്ത കാര്യങ്ങൾ മുഴുവനും ദൈവം മുൻപാകെ നാം സമർപ്പിക്കുക. അതായത് നമ്മളെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്, നാം വെറുതെ വന്നവരല്ല, ചുമ്മാ അതുണ്ടായതുമല്ല, നമ്മുടെ യാദൃശ്യമായി ജനിച്ചതുമല്ല, മറിച്ച് ദെർ ഇസ് എ റീസൺ. ആ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ മുൻപാകെ നിശ്ചയമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ സമർപ്പിക്കുക.
ദൈവം നിങ്ങളെ സഹായിക്കും. ദൈവം നമ്മുടെ കൂടെയുണ്ട്, ദൈവം കൂടെയുണ്ടെന്ന് വാഗ്ദത്തമുണ്ട്. മാത്രമല്ല, ഇനി അവസാനം ചെയ്യേണ്ട കാര്യം, ഈ രീതിയിൽ നിങ്ങൾ 2026 അഭിമുഖീകരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ വർഷത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ആ വർഷം നിങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കും. കാരണം ഓരോ ദിവസവും നിങ്ങളാണ് നിയന്ത്രിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ വിജയിക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് അവസാനമായി സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയുന്ന അർത്ഥം: 1, ഡ്രീം ബിഗ്, വലിയ സ്വപ്നങ്ങളെ കാണുക. 2, വർക്ക് ഹാർഡ്, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുക. 3, ഗെറ്റ് ഇറ്റ് ഹാപ്പൻ, അതായത് ഈ കാര്യം നടക്കുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക. അവസാനം ഒരു കാര്യമാണ് ഞാൻ പറയാം: ഒരു സേവിങ്സ് മസ്റ്റായി നിങ്ങൾ ഉണ്ടാക്കണം. അതായത് 100 രൂപ കിട്ടിയാൽ 10 രൂപ മാറ്റി വെക്കുക, 500 രൂപ കിട്ടിയാൽ 50 രൂപ മാറ്റി വെക്കുക, 1000 രൂപ കിട്ടിയാൽ 100 രൂപ മാറ്റി വെക്കുക. അങ്ങനെ ഒരു സേവിങ്സ് നിങ്ങളുടെ എപ്പോഴും പോക്കറ്റ് ഉണ്ടായിരിക്കണം. അത് നിങ്ങൾക്കൊരു ബലമായിരിക്കും. അതുകൊണ്ട് ഈ രീതിയിൽ നിങ്ങൾ മുൻപോട്ട് പോയാൽ 2026 നിങ്ങൾക്ക് വിജയത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും വർഷമായിരിക്കും. ഗെറ്റ് റെഡി ഫോർ ദാറ്റ്. അതിനുവേണ്ടി തയ്യാറാകുക, പ്രവർത്തിക്കുക, അധ്വാനിക്കുക. അടുത്ത വർഷം നിങ്ങൾ നിയന്ത്രിക്കും. അടുത്ത വർഷം നിങ്ങൾക്ക് വലിയ വാതിലുകൾ തുറക്കപ്പെടും, ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങളുണ്ടാകും, അനുഗ്രഹമുണ്ടാകും, നന്മകളുണ്ടാകും. അതിനുവേണ്ടി അധ്വാനിക്കുക, ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കും. ഹാവ് എ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. എൻ്റെ പേര് സാബു ജോർജ്. ഈ ചാനൽ അല്ലെങ്കിൽ ഈ വാക്കുകൾ നിങ്ങൾക്ക് സഹായമായെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ.